ഹായ്, CA ഫൗണ്ടേഷൻ്റെ പേപ്പർ ഫോർ ബിസിനസ് എക്കണോമിക്സ് ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിൻ്റെ യൂണിറ്റ് 2 ബേസിക് പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി ആൻഡ് റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം ആണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ യൂണിറ്റ് 1ഉം അതിൻ്റെ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നോക്കാത്തവർ ചെക്ക് ചെയ്യുക. സോ യൂണിറ്റ് 2വിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്കോണമിയിൽ എറൈസ് ചെയ്യുന്ന ബേസിക് പ്രോബ്ലം ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എക്കോണമീനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് സെക്ഷനായിട്ട് എങ്ങനെ ഓരോ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. സോ നമ്മളിപ്പം ബേസിക് പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി എന്ന പാരഗ്രാഫ് നോക്കാം. നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത് എക്കോണമി പ്രോബ്ലം എറൈസ് ചെയ്യുന്നത് സ്കേഴ്സിറ്റി എന്നൊരു ഫാക്ടർ വെച്ചാണ്. കാരണം നമ്മുടെ വാണ്ട്സ് അൺലിമിറ്റഡും റിസോഴ്സസ് ലിമിറ്റഡുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച എല്ലാം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഡിസയർ മാത്രമേ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാ കൺട്രിക്കും സ്കേഴ്സിറ്റി എന്ന ഫാക്ടർ അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ കൺട്രീസിലും എക്സെപ്ഷൻ അവിടെ ഒന്നുമില്ല. ഫേസ് ദ പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി, അതാണ് ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ എക്കണോമിക് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ, റിസോഴ്സസ് അൺലിമിറ്റഡ് ആണ്. സപ്പോസ് നമ്മുടെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, പക്ഷേ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. സപ്പോസ് റിസോഴ്സസും അൺലിമിറ്റഡ് ആണ്, നമ്മുടെ വാണ്ട്സും അൺലിമിറ്റഡ് ആണെന്ന് വെച്ചാൽ എക്കണോമിക്കലി പ്രോബ്ലം വരണമെന്നില്ലല്ലോ. അവിടെ നമ്മുടെ ഫ്യൂച്ചർ കൺസംഷന് വേണ്ടി നമ്മുടെ റിസർവ് മാറ്റി വെക്കണമെന്ന് അവിടെ ആവശ്യം വരില്ല. സോ റിസോഴ്സസും അൺലിമിറ്റഡ് ആണെങ്കിൽ, റിസോഴ്സസ് വെയർ അൺലിമിറ്റഡ്, പീപ്പിൾ വുഡ് സാറ്റിസ്ഫൈ ഓൾ ദിയർ വാണ്ട്സ്, അതാണ് ഇവിടെ പറയുന്നത്. സോ അവിടെ എക്കണോമിക് പ്രോബ്ലം വരില്ല. പക്ഷെ അങ്ങനെ റിസോഴ്സസ് അൺലിമിറ്റഡ് ആകുന്ന സിറ്റുവേഷൻ ഇല്ല. ഇത് ജസ്റ്റ് ഒരു ഇതായിട്ടാണ് പറയുന്നത്. മാത്രമല്ല സെക്കൻഡ് ഒരു കേസ് പറയുന്നുണ്ട്, ഒരു റിസോഴ്സസിന് സിംഗിൾ യൂസ് മാത്രം ഉണ്ടെങ്കിലും, അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ടറിന് കുക്കിംഗ്, വാഷിംഗ്, അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ അങ്ങനെ പല യൂസ് ഉണ്ടല്ലോ. സപ്പോസ് ഇലക്ട്രിസിറ്റിക്ക് നമുക്ക് കൺസംഷന് ഒരു യൂസേ ഉള്ളൂ, ഒരു ഐറ്റത്തിന് ഒരു യൂസേ ഉണ്ടെങ്കിൽ അവിടെ എക്കണോമിക് പ്രോബ്ലം ഇല്ല. ഫോർ എക്സാമ്പിൾ വാട്ടറിന് കുക്കിംഗ് പർപ്പസിന് മാത്രമാണ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വേറെ പർപ്പസിന് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സിറ്റുവേഷനിൽ നമുക്ക് എക്കണോമിക് പ്രോബ്ലം വരില്ല. അതാണ് ഇതിൽ പറയുന്നത്. സോ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു മെയിൻ ആയിട്ട് പറയുന്ന ഈ രണ്ട് കേസാണ് പറയുന്നത്. പിന്നെ എക്കണോമിക് പ്രോബ്ലം ആണ് പറയുന്നത്. നമ്മൾ താഴെ നോക്കാം. സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ്: വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, വാട്ട് പ്രൊവിഷൻസ് ആർ മെയ്ഡ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. സോ ഇതാണ് ഒരു എക്കോണമിയിൽ മെയിൻ ആയിട്ട് എറൈസ് ചെയ്യുന്ന 4 പ്രോബ്ലം. ഈ എക്കണോമിക് പ്രോബ്ലം എറൈസ് ചെയ്യുന്നുണ്ട്. ഈ എക്കണോമിക് പ്രോബ്ലത്തിനെയാണ് ഈ 4 ഹെഡിലേക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. അതാണ് എക്സാക്ട് ആയിട്ടുള്ള ഒരു എക്കണോമിക് പ്രോബ്ലം. നമ്മുടെ റിസോഴ്സസ് ആർ ലിമിറ്റഡ് വേർ ഡിസയേഴ്സ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോ അതിനെ ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ഇങ്ങനെ ഹെഡിലേക്ക് ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ടു പ്രൊഡ്യൂസ് നോക്കാം. റിസോഴ്സസ് ആർ ലിമിറ്റഡ്. എവരി സൊസൈറ്റി ഹാസ് ടു ഡിസൈഡ് which goods and service should be produced and how many units of each good should be produced. So want to produce, നമ്മളിപ്പം ഫസ്റ്റ് പ്രോബ്ലം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഒരു എക്കോണമി എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ ഓരോ എക്കോണമിയും അത് എങ്ങനെ ഏത് പ്രോപ്പർ വേയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഒരു ഗുഡ്സ് എടുക്കുവാണെങ്കിൽ അത് പീപ്പിളുടെ, അതായത് ജനങ്ങളുടെ ആവശ്യത്തിനുള്ളതായിരിക്കണം. മാത്രമല്ല അത് എത്ര യൂണിറ്റ്സ് ആയിരിക്കണം ഓരോ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് അവർ നോക്കണം. വാട്ട് ക്വാണ്ടിറ്റീസ് ഓഫ് ഈച്ച് ഗുഡ് ഷുഡ് ബി പ്രൊഡ്യൂസ്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എത്ര ക്വാണ്ടിറ്റി, ഏത് രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലാണ് ഓരോ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് അറിയണം. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. അത് മാത്രമല്ല, വാട്ട് ടു പ്രൊഡ്യൂസിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതാണ് ഇതിൽ പറയുന്നത്. സോ അടുത്ത് നോക്കാം ഹൗ ടു പ്രൊഡ്യൂസ്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ നോക്കിയതാണ്. നമ്മൾ 2 മെത്തേഡ് നോക്കിയതാണ്. അതായത് ടെക്നിക്സ് ഓഫ് പ്രൊഡ്യൂസിങ് കമ്മോഡിറ്റി, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ടെക്നിക്സ് ആണ് പറയുന്നത്. ലേബർ ഇന്റൻസീവ് ടെക്നോളജി, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഹാൻഡ്ലൂംസ് ഇൻവോൾവ് ദ യൂസ് ഓഫ് മോർ ലേബേഴ്സ്. സോ ഇവിടെ കോട്ടൺ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യണം. കോട്ടൺ ക്ലോത്ത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 മെത്തേഡിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന്, നമുക്ക് ലേബർ യൂസ് ചെയ്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ മെഷീൻസ് അത് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ലേബർ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ
അത് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി. ഒരു കൺട്രിയിൽ ലേബർ മാത്രം ഉണ്ട്, അതായത് ലേബറിന്റെ കോസ്റ്റ് ചീപ്പ് ആണെങ്കിൽ അവർ ലേബർ യൂസ് ചെയ്ത് ഹാൻഡ്ലൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ലേബർ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹാൻഡ്ലൂംസ്. ഓട്ടോമാറ്റിക് ലൂംസ് എന്ന് വെച്ചാൽ മോർ മെഷീൻസ് ആൻഡ് ക്യാപിറ്റൽ. അവിടെ ക്യാപിറ്റൽ ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ചീപ്പായിരിക്കും, ക്യാപിറ്റൽ അവൈലബിൾ ചീപ്പായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കും. സോ അവർ ക്യാപിറ്റൽ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യും. ജസ്റ്റ് ഇതൊരു ഐഡിയക്ക് വേണ്ടി മാത്രം കേട്ടോ. അതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് നമ്മൾ ചോയ്സ് ചൂസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ലേബറും ക്യാപിറ്റലും. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ നോക്കിയതാണ് ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്, ലാൻഡ്, അതൊക്കെ നോക്കിയതാണ്. അതിൽ മെയിൻ ആയിട്ട് ഇവിടെ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക് ബേസിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലേബറും ക്യാപിറ്റലുമാണ് ഇതിൽ പറയുന്നത്. സോ അത് എഫിഷ്യൻ്റ് ആയിട്ട് കോസ്റ്റ് കുറവ് ഏതാണോ അത് നോക്കി പ്രൊഡ്യൂസ് ചെയ്യും ഓരോ കൺട്രിയും. അതാണ് ഇതിൽ പറയുന്നത്. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇത്രയും കുറിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഏത് ടെക്നോളജി യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യണം നോക്കി. ഇപ്പം അത് ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? സൊസൈറ്റിയിലുള്ള പീപ്പിളിന് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ആ പീപ്പിളിന്റെ എല്ലാ വാണ്ട്സും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സൊസൈറ്റി കനോട്ട് സാറ്റിസ്ഫൈ ഈച്ച് ആൻഡ് എവരി വാണ്ട്സ് ഓഫ് ഓൾ പീപ്പിൾ. സോ സൊസൈറ്റി എല്ലാ വാണ്ട്സും, പീപ്പിളിന്റെ എല്ലാ വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അവർക്കത് മെയിൻ ആയിട്ടുള്ള വാണ്ട്സ് മാത്രമാണ് സൊസൈറ്റിയിലെ ഗവൺമെന്റ് എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന ഹെഡിൽ പറയുന്നത് ഗുഡ്സ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എങ്ങനെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതാണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ മെയിൻ ഹെഡ് ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം, അതാണ് ഈ ഹെഡിൽ പറയുന്നത്. സോ ഈ 3 ഹെഡാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലം. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, അത് എങ്ങനെ എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് നോക്കുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ്, ഇവിടെ വാട്ട് ടു പ്രൊഡ്യൂസിൽ അത് എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം നോക്കണം. ഹൗ ടു പ്രൊഡ്യൂസിൽ അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നോക്കും. അത് ടെക്നോളജി ബേസിസിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ലേബർ ചീപ്പായിട്ടുള്ളതിൽ ലേബർ ഇൻറ്റൻസീവും, ക്യാപിറ്റൽ ചീപ്പായിട്ടുള്ളതിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്യും. ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ ആവശ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. മേജർ ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെങ്കിൽ ആ ഗുഡ്സ് പ്രോപ്പർ വേയിൽ നീഡ് അനുസരിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. സോ വാട്ട് പ്രൊവിഷൻ ഷുഡ് ബി മെയ്ഡ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. ഇതിൽ പറഞ്ഞേക്കുന്നത് എ സൊസൈറ്റി വുഡ് നോട്ട് ലൈക്ക് ടു യൂസ് ഓൾ ഇറ്റ്സ് സ്കാർസ് റിസോഴ്സ് ഫോർ കറന്റ് കൺസംഷൻ. നോ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ. അതായത് ഈ സൊസൈറ്റിയിൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ റിസോഴ്സസ് എടുത്ത് ഇപ്പൊ തന്നെ അത് പ്രൊഡക്ഷൻ നടത്തുമോ? ശരിക്കും പറഞ്ഞാൽ എ സൊസൈറ്റി വുഡ് നോട്ട് ലൈക്ക്, ഇതിൽ പറഞ്ഞേക്കുന്നത് വുഡ് നോട്ട് ലൈക്ക് ടു യൂസ് ഓൾ ഇറ്റ്സ് സ്കാർസ് റിസോഴ്സ് ഫോർ കറന്റ് കൺസംഷൻ. ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി എല്ലാ ഗുഡ്സും അല്ലെങ്കിൽ എല്ലാ റിസോഴ്സസും എടുത്ത് കൺസംഷൻ ചെയ്യില്ല. ഫ്യൂച്ചറിന് വേണ്ടിയും ചില പ്രൊവിഷൻ എടുത്തു വെക്കും, അല്ലെങ്കിൽ റിസർവ്സ് അവർ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അതെന്തിനാ നോക്കാം. സൊസൈറ്റീസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി വുഡ് നോട്ട് ഇൻക്രീസ്. നോ പ്രൊവിഷൻ ഇസ് മെയ്ഡ് ഫോർ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ. അതായത് നമ്മൾ ഫ്യൂച്ചർ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ഇപ്പോഴത്തെ റിസോഴ്സസ് ഫുള്ളായിട്ട് എടുത്ത് നമ്മൾ കൺസംഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ ഫ്യൂച്ചർ ജനറേഷന് അവർ പ്രൊഡക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി റിസോഴ്സസ് കാണില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന സൊസൈറ്റിയിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. പിന്നെ ഇൻകം ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് റിമെയിൻ സ്റ്റാഗ്നന്റ്. അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻകമും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഇമ്പ്രൂവ് ആവില്ല, അവിടെ സ്റ്റാഗ്നന്റ് ആയിട്ട് കോൺസ്റ്റന്റ് അവിടെ നിൽക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മൊത്തത്തിലൊരു ഡിക്ലൈൻ ഉണ്ടാകും. ഓക്കെ. അതായത് ഇപ്പോഴത്തെ കൺസംഷൻ നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ ഒരു പർട്ടിക്കുലർ ലെവൽ വരെ യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെക്കണം. മാറ്റി വെച്ചില്ലെങ്കിൽ അത് ഫ്യൂച്ചറിനെ അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് ഒരു മൊത്തത്തിലൊരു ഡിക്ലൈനിന് കാരണമാകും. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഹൗ മച്ച് സാക്രിഫൈസ് ഓഫ് കറന്റ് കൺസംഷൻ ഷുഡ് ബി മെയ്ഡ് ഫോർ ഫ്യൂച്ചർ പ്രോഗ്രസ്. സോ ഇത് ഇപ്പോഴത്തെ സൊസൈറ്റി അതുകൊണ്ട് എന്താ ചെയ്യണം, സേവിങ്സ് അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അവർ അനലൈസ് ചെയ്തിട്ട് ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെക്കണം. അതാണ് ഇത് പറയുന്നത്. എക്കണോമിക് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം.
ഇതിൽ നമുക്ക് പുതിയൊരു ടേം നമ്മൾ നോക്കുവാണെങ്കിൽ അത് നമ്മൾ ആദ്യം കാണാപ്പടം പഠിക്കുന്നതിനെ കുറിച്ച് നോക്കണ്ട, ആ ടേം എന്താണ് നമുക്ക് പറയുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി. സോ ഈ ടേം എക്കണോമിക് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ, ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് സിസ്റ്റം എന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ റിസോഴ്സിനെ നമ്മൾ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തില്ലേ, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് സൊസൈറ്റിയിൽ എങ്ങനെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, അതാണ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ സൊസൈറ്റി. അതാണ് എക്കണോമിക് സിസ്റ്റം. സോ ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു ഹെഡായിട്ട് ഒരു പോയിന്റ് ആയിട്ട് മാത്രം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറയുന്നതാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത എക്കണോമിനെ നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി എന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി +1 +2 കേട്ടിട്ടുള്ള ഒരു ഹെഡാണ്. അതായത് നമ്മൾ ജസ്റ്റ് നോക്കി പോകാം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിനെ പ്രീ ഡോമിനന്റ് എക്കണോമിക് സിസ്റ്റം. സോ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന എക്കണോമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ഓക്കെ, അത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഇതിൽ മെയിൻ ആയിട്ട് പോയിന്റ് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് വെച്ചാൽ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന എക്കോണമിയാണ്. അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് എല്ലാം കൺട്രോൾ ചെയ്യുള്ളൂ. ഈ ഡിസിഷൻ ഒക്കെ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, കൺസ്യൂമേഴ്സിന്റെ ആവശ്യം, കൺസ്യൂമേഴ്സ് പറയും ഞങ്ങൾക്ക് ഇതാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ഓരോ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെന്റിന് അവിടെ ഗവൺമെന്റിന്റെ റോൾ ഉണ്ട്, പക്ഷെ ഭയങ്കര ലിമിറ്റഡ് റോളാണ് അവിടെ പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് US, UK, ഹോങ്കോങ്, സൗത്ത് കൊറിയ, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞേക്കുന്നത്. സോ ഇത് മനസ്സിലായല്ലോ. പ്രീ ഡോമിനന്റ് എക്കോണമിയാണ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യും. ഗവൺമെന്റിന് ഒരു ലിമിറ്റഡ് റോൾ ഉണ്ട്. അത്രേ ഉള്ളൂ ഇത്. സോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിനെ ഫ്രീ മാർക്കറ്റ് എക്കോണമി, ലേസി ഫെയർ എക്കോണമി. സോ ഈ പേര് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, കാരണം ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തന്നിട്ട് ക്യാപിറ്റലിസ്റ്റ്, ഫ്രീ മാർക്കറ്റ്, ലേസി ഫെയർ എക്കോണമി എന്ന് തരുവാണെങ്കിൽ പിന്നെ ലാസ്റ്റ് D ഓൾ ഓഫ് ദ എബോവ് എന്ന് വെച്ചാൽ എങ്ങനെ എഴുതണ്ട, ഇത് മൂന്നും സെയിം അല്ലേ. സോ അങ്ങനെ നോക്കി വെച്ചോ. റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഇവിടെ റൈറ്റ് കിട്ടും. അതൊന്നുമില്ല, പ്രൈവറ്റ് ഓണർഷിപ്പ് നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫാക്ടേഴ്സ് നമ്മൾ ഓൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഫ്രീ ടു യൂസ് ഇൻ എനി മാനർ, അതാണ് ഇവിടെ പറയുന്നത്, ഫ്രീ ടു യൂസ്. അതായത് റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, നമുക്കെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും ചില റെസ്ട്രിക്ഷൻ ഉണ്ട്. മെയിൻലി ഫ്രീ ടു യൂസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഗവൺമെന്റ് ഇന്റർവെൻഷൻ അവിടെ ചെറുതായിട്ട് ഉണ്ടായിരിക്കും. പക്ഷെ freedom of enterprise, free to engage in any type of economic activity. സോ ഫ്രീഡം ഓഫ്, നമുക്കിവിടെ ആദ്യം പറഞ്ഞ പോലെ കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ചല്ലേ, കൺസ്യൂമേഴ്സിന് ഒരു ഫ്രീഡം ഉണ്ട് ഇവിടെ, ഇങ്ങനെ ഏത് എക്കണോമിക് ആക്ടിവിറ്റിയിൽ വേണമെങ്കിലും എൻഗേജ് ചെയ്യാം, അതാണ് ഇവിടെ പറയുന്നത്. ഫ്രീഡം ഓഫ് എക്കണോമിക് ചോയ്സ്, ഫ്രീ ടു മേക്ക് ദെയർ എക്കണോമിക് ചോയ്സ്. സോ ഒരു പ്രോഡക്റ്റ് മേടിക്കാതിരിക്കണം, അതൊക്കെ കൺസ്യൂമേഴ്സിന്റെ ഇതനുസരിച്ചായിരിക്കുന്നത്. കൺസ്യൂമേഴ്സിന് ഒരു ഫ്രീഡം ഉണ്ട്, അവർക്ക് ഏത് പ്രോഡക്റ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഫ്രീഡം ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ അവർക്കുണ്ട്. പ്രോഫിറ്റ് മോട്ടീവ്, സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ള ഒരു പോയിന്റ്. ഈ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് വെച്ചാൽ ക്യാപിറ്റലിസ്റ്റിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. സോ പ്രോഫിറ്റിന്റെ മോട്ടീവിലാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി റൺ ചെയ്യുന്നത്. ഓക്കെ, കൺസ്യൂമർ സോവറിറ്റി, ഇത് നോക്കി വെച്ചോ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കൺസ്യൂമർ ഇസ് ദ കിങ് അണ്ടർ ക്യാപിറ്റലിസം. സോ അൺക്രൗൺഡ് കിങ് എന്നും പറയാറുണ്ട്. ഇതിൽ മെൻഷൻ ചെയ്തില്ലേ, അൺക്രൗൺഡ് കിങ്ങും ഒരു പേരുണ്ട് കേട്ടോ. കൺസ്യൂമർ ഇസ് സപ്പോസ് ടു ബി ദ കിങ് അണ്ടർ ക്യാപിറ്റലിസം. കൺസ്യൂമർ ആണ്, കാരണം എന്നാ കൺസ്യൂമർ കിങ് ആകാൻ കാരണം എന്നാ, കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് മാത്രമല്ല കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത്. കൺസ്യൂമേഴ്സ് വാങ്ങുന്ന ആൾ, ബയ്യേഴ്സ് ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആണ് ഡിമാൻഡ് അവർക്ക് ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യും, ആ പ്രോഡക്റ്റാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൺസ്യൂമേഴ്സിന്റെ കിങ് എന്ന് പറയുന്നത്. ബയ്യേഴ്സ് അൾട്ടിമേറ്റ്ലി ഡിറ്റർമിൻ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് ഷുഡ് ബി പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. സോ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ബയ്യേഴ്സ് ഡിമാൻഡ് ചെയ്യും. കോമ്പറ്റീഷൻ, സോ ഈ കൺസ്യൂമർ സോവറിറ്റിയിൽ കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്ന വെച്ചാൽ എങ്ങനെയാ, ഒരു പ്രോഡക്റ്റ് അവര് കൂടുതലായിട്ട് മേടിക്കും. സോ അതുകൊണ്ട് അവര് പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. കോമ്പറ്റീഷൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ്, അത് എഫിഷ്യന്റ് ആയിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാ, കുറെ ഒരു 2-3 ഫേംസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. സോ അത് എഫിഷ്യന്റ് ആയിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും അവര്, അത്രേ ഉള്ളൂ.
ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് ഇന്റർഫിയറൻസ്. ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എങ്ങനെയാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പ്രൈസ് മെക്കാനിസം എന്നൊരു ഫാക്ടർ ഉണ്ട്. പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ്. അവർ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യും. ഗവൺമെന്റ് അവിടെ ഇന്റർവെൻഷൻ ചെയ്യണമെന്നില്ല. പ്രൈസ് മെക്കാനിസം വഴി അവർ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യും. പ്രൈസ് മെക്കാനിസം എന്ന് വെച്ചാൽ ഡിമാൻഡും സപ്ലൈ എന്ന ബേസിസിൽ അവർ പ്രോബ്ലം സോൾവ് ചെയ്യും. ഡിമാൻഡിന്റെ ഒരു ഗുഡ്സിന്റെ ഡിമാൻഡ് ഇത്രയാണ്, സോ നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം അവർ തന്നെ അനലൈസ് ചെയ്തിട്ട് എക്കോണമിയിലെ പ്രോബ്ലം അവർ സോൾവ് ചെയ്യും. സോ ഇതിലെ സെൻട്രൽ പ്രോബ്ലംസ് ഇപ്പൊ നമ്മൾ നോക്കിയത് എക്കോണമിയിൽ ഒരു പൊതുവായിട്ടുള്ളത് പ്രൈസ് മെക്കാനിസം വെച്ച് സോൾവ് ചെയ്യുവാണെങ്കിലും സെൻട്രൽ പ്രോബ്ലംസ് അവർ എങ്ങനെ സോൾവ് ചെയ്യും നോക്കാം. സോ ഇതിൽ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഡിമാൻഡും സപ്ലൈയും ബേസിസിലാണ് സോൾവ് ദിയർ സെൻട്രൽ പ്രോബ്ലംസ്. സോ ഒരു ഹെഡ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്. ഇത് നമ്മൾ ഫസ്റ്റ് നോക്കിയതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ്. ഈ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന ഫാക്ടർ അല്ലെങ്കിൽ എന്ന പ്രോബ്ലം ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ചെയ്യണം, എന്താ പ്രൊഡ്യൂസ് ചെയ്യണം അവരുടെ ഡിറ്റർമൈൻ ചെയ്യണം. സോ ഒരു എന്റർപ്രണറിന് പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടുക, അതല്ലേ അവരുടെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ അതല്ലേ അവരുടെ ഒരു മോട്ടീവായിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് പ്രോഫിറ്റ് ആസ് പോസിബിൾ. ഈ ഒരു എന്റർപ്രണറിന് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ കീഴിൽ വരുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടീവ് പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടുക. അതുകൊണ്ട് ഒരു കോമ്പിറ്റൻസി അവിടെ ഉണ്ടാകും. സോ കോമ്പിറ്റൻസി ഉണ്ടാകുന്നത് കൊണ്ട് വാട്ട് ടു പ്രൊഡ്യൂസ് ഈസ് അൾട്ടിമേറ്റ്ലി ഡിസൈഡഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ഹൂ ഷോ ദെയർ പ്രിഫറൻസ് ബൈ സ്പെൻഡിങ് ഓൺ ഗുഡ്സ് വിച്ച് ദേ വാണ്ട്. ഈ എന്താ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് എങ്ങനെ അറിയും? ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് എല്ലാം ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വേണമെന്ന് ഡിമാൻഡ് അവർ ചെയ്യും. ആ ഡിമാൻഡ് വഴി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് മനസ്സിലാക്കും അവർക്ക് ഈ പ്രോഡക്റ്റ് ആണ് വേണ്ടത്. സോ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യും. അത്രേ ഉള്ളൂ അതിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹൗ ടു പ്രൊഡ്യൂസ്. ഇത് നമ്മൾ ഫസ്റ്റ് നോക്കിയ പോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് എവിടെ മിനിമം ആയിട്ട് ഉണ്ടാകുമോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമം ആയിട്ട് ഉണ്ടാകുന്ന ഫാക്ടർ വെച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്യും. അത് ലേബർ ആയിരിക്കും, ക്യാപിറ്റൽ ആയിരിക്കും, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, അത് ബൈയിങ് കപ്പാസിറ്റി വെച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യണം. ആരുടെ കയ്യിലാണോ ആ ഗുഡ്സ് മേടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് അവർക്ക് വേണ്ടി അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഹയർ ഇൻകം ഹയർ വിൽ ബി ദ ബൈയിങ് കപ്പാസിറ്റി, ഹയർ വിൽ ബി ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ്. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം കൂടുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബൈയിങ് കപ്പാസിറ്റി എങ്ങനെയായിരിക്കും? ബൈയിങ് കപ്പാസിറ്റി വാങ്ങാനുള്ള ഇതും കൂടും, ഡിമാൻഡ് ഫോർ ദ ഗുഡ്സും കൂടും. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് 20,000 ആണ് ഇൻകം. സോ അയാൾക്ക് വാങ്ങാനുള്ള പർച്ചേസിങ് പവർ എത്രയായിരിക്കും? 20,000 മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ 30,000 ഉള്ള ഒരാൾക്ക് എങ്ങനെയായിരിക്കും? എക്സ്ട്രാ 10,000 കൂടെ ബൈയിങ് കപ്പാസിറ്റി കൂടുമല്ലോ. സോ ആ ഗുഡ്സിന്റെ ഡിമാൻഡ് 10,000 കൂടും. സോ ആ ബേസിസിലാണ് ഇത് പറയുന്നത്. Deciding about consumption saving investment. So consumption saving are done by consumers, investment done by entrepreneurs. കൺസ്യൂം ചെയ്യുക, അതേപോലെ എമൗണ്ട് സേവ് ചെയ്യുക, അതൊക്കെ കൺസ്യൂമേഴ്സ് അല്ല ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാ? എന്റർപ്രണേഴ്സ്. സോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവര്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഒരു ക്യാപിറ്റലിലേക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും അവർക്ക് റിട്ടേൺ കിട്ടും. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. നമുക്ക് എത്ര കിട്ടുമെന്നനുസരിച്ചാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. സോ ഇത് തന്നെയാണ് പ്രൈസ് മെക്കാനിസം, മാർക്കറ്റ് മെക്കാനിസം എന്നൊരു ടേം ആയിട്ട് മെയിൻ ആയിട്ട് പറയുന്നത്. സോ മെറിറ്റിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ, പിന്നെ ആ പ്രോബ്ലം മെയിൻ ആയിട്ട് എക്കോണമിക് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും നോക്കി. ഇപ്പം നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മെറിറ്റ് ആണ് നോക്കാൻ പോകുന്നത്. സോ ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ നോക്കിയ പോലെ തന്നെ അത് സെൽഫ് റെഗുലേറ്റിംഗ് ആണ്. നമ്മൾ പ്രൈസ് മെക്കാനിസത്തിന്റെ ബേസിസിലാണ് പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യപ്പെടുന്നത് ഇവിടെ. സോ അവിടെ എക്സ്ട്രാ കോസ്റ്റ് വരുമോ? ദർ ഈസ് നോ നീഡ് ഫോർ ഇൻക്യൂറിംഗ് കോസ്റ്റ് ഫോർ കളക്ടിങ് ആൻഡ് പ്രോസസിങ് ഇൻഫർമേഷൻ ഫോർ മോണിറ്ററിംഗ് പോളിസി. നമുക്കിവിടെ ഗവൺമെന്റ് ഇന്റർവെൻ ചെയ്തിട്ട് നമുക്ക് പുതിയ കോസ്റ്റ് ഒന്നും അവിടെ ഇൻക്യൂർ ആവുന്നില്ല, കാരണം അവർ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടല്ലോ. സോ അതുകൊണ്ട് എക്സ്ട്രാ അഡീഷണൽ കോസ്റ്റ് വന്നില്ല. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. The existence of private property and driving for profit motive. ഇതിന്റെ മെയിൻ എയിം എന്നാ? പ്രോഫിറ്റ് മോട്ടീവ് ആണ്. പ്രോഫിറ്റ് മോട്ടീവ് ഉള്ളത് കൊണ്ട് തന്നെ അവർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഇതിൽ പറയുന്നത്. പിന്നെ എക്കണോമിക് ഗ്രോത്ത് ഇവിടെ എന്തായിരിക്കും? ഫാസ്റ്റർ ആയിരിക്കും. കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ തന്നെ എങ്ങനെയായിരിക്കും? രണ്ട് ഫേം എ ബി രണ്ട് ഫേം ഉണ്ടെങ്കിൽ എ എന്ന ഫേം ഒരു പ്രോഡക്റ്റ് ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ബി എന്ന ഫേം എന്ത് ചെയ്യും? അതിനേക്കാളും ചീപ്പായിട്ട്, അതായത് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട്
പീപ്പിളിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് നല്ലതായിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കൊടുക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയായിരിക്കും? ഫാസ്റ്റർ ആയിരിക്കും. റിസോഴ്സസ് യൂസ് ടു ആക്ടിവിറ്റീസ്, റിസോഴ്സസ് ആർ യൂസ് ഇൻ ആക്ടിവിറ്റീസ്, അതായത് ഒപ്റ്റിമം അലോക്കേഷൻ, അതായത് നമുക്ക് കിട്ടിയ റിസോഴ്സസ് എങ്ങനെയായിരിക്കും എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ നോക്കും. ദർ ഇസ് യൂഷ്വൽ ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഇതാണ് പറയുന്നത് ഓപ്പറേഷണൽ എഫിഷ്യൻസി അവിടെ കൂടുതലായിരിക്കും ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമൈസ്ഡ്, അതായത് ഒരു എന്റർപ്രണറിന്റെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി തന്നെ അദ്ദേഹം എങ്ങനെ ചെയ്യും? അതായത് ഒരു ഫേം അവരുടെ പ്രൊഡക്ഷന്റെ കോസ്റ്റ് കുറയ്ക്കും. പ്രൊഡക്ഷൻ ഇപ്പം 10 യൂണിറ്റ് ചിലവാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ഒരു 15 യൂണിറ്റ് കിട്ടുന്ന പോലെ ആക്കും. അതാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നോക്കാൻ. അതെന്തിനാ വേണ്ടി അങ്ങനെ അതെന്തിനാ ചെയ്യണേ? ശരിക്കും അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ഓഫർ ഇൻസെന്റീവ് ഫോർ എഫിഷ്യന്റ് എക്കണോമിക് ഡിസിഷൻ. ഒരാള് അല്ലെങ്കിൽ ഒരു വർക്കേഴ്സ് അവിടെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇൻസെന്റീവ് കൊടുക്കും. സോ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എങ്ങനെയായിരിക്കും? ഒരു ഇൻട്രസ്റ്റ് അവിടെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഇൻസെന്റീവ് കൊടുക്കും. കൺസ്യൂമേഴ്സ് ആർ ബെനിഫിറ്റഡ് ആസ് കോമ്പറ്റീഷൻ ഫോഴ്സസ് പ്രൊഡ്യൂസേഴ്സ് ടു ബ്രിങ് ഇൻ ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. സോ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, കൺസ്യൂമേഴ്സിന് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും? ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയായിരിക്കും? റീസണബിൾ പ്രൈസിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. പിന്നെ ക്യാപിറ്റലിസം ഓഫർ ഇൻസെന്റീവ് ഫോർ ഇന്നോവേഷൻ ടെക്നോളജി. ഇൻസെന്റീവ് ഇന്നോവേഷൻ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന രീതിയിലേക്ക് അത് ബെനിഫിറ്റ് ആകും എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ അവിടെ നമുക്ക് ഫ്രീഡം ഉണ്ടായിരിക്കും. പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് അവിടെ നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെയാണെങ്കിൽ ക്യാപിറ്റലിസം റിവാർഡ്സ് മെൻ ഓഫ് ഇനിഷ്യേറ്റീവ് എന്റർപ്രണേഴ്സ് പണിഷ് വിത്ത് ഇംപ്രൂവ്ഡ് ആൻഡ് ഇൻഎഫിഷ്യന്റ്. സോ എങ്ങനെയായിരിക്കും? എന്റർപ്രണറിന് റിവാർഡ് കൊടുക്കും, അതായത് ഇൻസെന്റീവ് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് റിവാർഡ് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. പിന്നെ ക്യാപിറ്റലിസം യൂഷ്വലി ഫംഗ്ഷൻ ഇൻ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക്. സോ ഒരു ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ എന്താ? പീപ്പിൾ, അതായത് അവിടെ ആ സൊസൈറ്റിയിലുള്ളവർക്ക് തന്നെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക്. അതായത് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പീപ്പിൾ ഹാവ് ദ പവർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതാണ് ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക്. പിന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഒരു എന്റർപ്രൈസിന് റിസ്ക് ടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റിസ്ക് ടേക്കിങ്ങിന് ഭയങ്കര എൻകറേജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എൻകറേജസ് എന്റർപ്രൈസ് ടു റിസ്ക് ടേക്കിങ്. റിസ്ക് ടേക്ക് ചെയ്യാൻ വേണ്ടി അവിടെ എന്നായിരിക്കും? എൻകറേജ് ചെയ്യും എന്ന രീതിയിലാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മെറിറ്റ്സിൽ പറയുന്നത്. സോ നമ്മൾ ഡീമെറിറ്റ്സിലേക്ക് നോക്കാം. ഇവിടെ എന്തായിരിക്കും? ഇൻഇക്വാളിറ്റി ആയിരിക്കും. അതായത് ഇൻഇക്വാളിറ്റി ഉണ്ടായിരിക്കും, സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ടായിരിക്കും. കാരണം ഈക്വൽ അല്ലല്ലോ അവിടെ, എല്ലാം തന്നെ ഇൻഇക്വാളിറ്റിയുടെ ബേസിസിലല്ല ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് മോട്ടീവ് ചെയ്ത് തന്നെ ഇൻഇക്വാളിറ്റിയുടെ ബേസിസിലാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് എക്കണോമിക് വെൽഫെയർ എങ്ങനെയായിരിക്കും? കുറയും. സോ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. അത് കാണാപ്പാടം നോക്കണ്ട, ജസ്റ്റ് ഇത് അണ്ടർസ്റ്റാൻഡിങ്ങിന് മാത്രമേ ഉള്ളൂ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ജസ്റ്റ് മനസ്സിലാക്കും. ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ കുറെ മെറിറ്റ്സ് ഉണ്ട്, കുറെ ഡീമെറിറ്റ്സ് ഉണ്ട്. മെറിറ്റ്സിൽ നമുക്ക് എഫിഷ്യന്റ് ആയിരിക്കും, ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് ചീപ്പായിട്ട് പ്രൊഡക്റ്റ് കിട്ടും, അല്ലെങ്കിൽ റീസണബിൾ റേറ്റിൽ കിട്ടും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഇമ്പ്രൂവ് ആകുമോ നോക്കിയാൽ പോലും അവിടെ ഈ ഇക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ വേറെ എക്കണോമിക് ഗ്രോത്ത് അവിടെ ഉണ്ടാകുമോ? എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ എക്കണോമിക്കിന്റെ അഗ്രിഗേറ്റ് വെൽഫെയർ അവിടെ ഉണ്ടാവില്ല. വെൽഫെയർ പ്രോഡക്റ്റിന്റെ ഗ്രോത്ത് ഉണ്ടാകും, പക്ഷെ അവിടെ വെൽഫെയർ ഇല്ലായിരിക്കും. അതാണ് അവിടെ പറയുന്നത്. പ്രോപ്പർട്ടി റൈറ്റ്സ് ഓവർ ഹ്യൂമൻ റൈറ്റ്സ്. സോ അവിടെ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സിനെക്കാളും. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അൺഫെയർനെസ്, നമ്മളിപ്പോൾ നോക്കിയ പോലെ തന്നെ ഇക്വാലിറ്റി ഇല്ലായിരിക്കും, അൺഫെയർനെസ് ഇല്ല, ഹ്യൂമൻ വെൽഫെയർ ഇല്ല അവിടെ. ഇൻഇക്വാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പാറ്റേൺ ഓഫ് ഡിമാൻഡ് ഡസ് നോട്ട് റെപ്രസെന്റ് ദ റിയൽ നീഡ് ഓഫ് സൊസൈറ്റി. സോ ഈ പോയിന്റ് നോക്കിക്കോ. അതായത് ഇത്ര നേരം നമ്മൾ എന്നാ നോക്കിയേ? കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ളത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ നോക്കിയേ. പക്ഷേ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇൻഇക്വാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ബൈയിങ് കപ്പാസിറ്റി കുറെ പേർക്ക് ഇല്ലായിരിക്കും, പക്ഷേ ബൈയിങ് കപ്പാസിറ്റി ഉള്ളവർക്ക് വേണ്ടിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ നീഡ് ഓഫ് ദ സൊസൈറ്റി അവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല. റിയൽ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ അത് പറയുന്നില്ല, അല്ലാതെ പൈസ ഉള്ളവർക്ക് വേണ്ടി മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത്. സോ ഡസ് നോട്ട് റെപ്രസെന്റ് ദ റിയൽ നീഡ് ഓഫ് ദ സൊസൈറ്റി. അത് ഇൻഇക്വാലിറ്റി ആയതുകൊണ്ട് തന്നെയാണ് വരുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ ഈസ് കോമൺ. സോ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ എന്ന് വെച്ചാൽ ഒരു വൺ വേർഡ് മേ ബി ചോദിക്കാം. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ ഈസ് കോമൺ അണ്ടർ വിച്ച് എക്കോണമിക് സിസ്റ്റം എന്ന് വെച്ചാൽ ഏതാ? ക്യാപിറ്റലിസം.
എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ, അത് നോട്ട് ചെയ്ത് വെച്ചോ. ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ഇവിടെയാണ്. അവർക്ക് എംപ്ലോയ്മെന്റിന് ഒരു സെക്യൂരിറ്റി തന്നെയില്ല, ജോലി ഇവിടെ ഉറപ്പായിട്ട് കിട്ടുമെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും പ്രോഫിറ്റ് മോട്ടീവ്, എങ്ങനെയായിരിക്കും കൺസ്യൂമർ വെൽഫെയറിന് എതിരെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സിന്റെ ബെനിഫിറ്റ് ആണ്, കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് അവിടെ ഒന്നും കിട്ടുന്നില്ല. മെറിറ്റ് ഗുഡ്സ് ഒരു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇതൊക്കെ ഒരു പ്രോപ്പറായിട്ട് തന്നെ ഒരു കാരണം അവർക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ. അവർക്ക് ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് അത് പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കണം. മെറിറ്റ് ഗുഡ്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ അവർക്ക് പ്രോഫിറ്റ് ഒത്തിരി കിട്ടാത്തതുകൊണ്ട് അവരത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ ലെസ് മെറിറ്റ് ഗുഡ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും ഭയങ്കര കുറവായിട്ടേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന രീതിയിലാണ് പറയുന്നത്. ഡ്യൂ ടു അൺപ്ലാൻഡ് പ്രൊഡക്ഷൻ, എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി. സോ ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് എക്കണോമിയിൽ ഒരു ഇൻസ്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൊഡക്റ്റീവ് റിസോഴ്സസ് കുറേ ഇത് വേസ്റ്റ് ചെയ്യുന്നു. റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ അഡ്വർടൈസ്മെന്റ് കുറേ ചെയ്യുന്നത് കൊണ്ട് തന്നെ റിസോഴ്സസ് വേസ്റ്റ് ചെയ്യപ്പെടുന്നു. എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ ആകുന്നു. എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മുടെ റിസോഴ്സസ് ഒക്കെ പ്രോപ്പർ ആയിട്ടില്ലാതെ എൻവയോൺമെന്റ് അഫക്ട് ചെയ്യുന്ന രീതിയിലില്ലേ, ഇത് ഹെൽത്ത്, ബയോഡൈവേഴ്സിറ്റി ഇതൊക്കെ കുറയും എന്ന രീതിയിലാണ് പറയുന്നത്. അതുപോലെയാണ് മോണോപോളീസ് ഒക്കെ ക്രിയേറ്റ് ആകുന്ന സിറ്റുവേഷനാണ് പറയുന്നത്. പിന്നെ സോഷ്യലിസ്റ്റ് എക്കോണമി. സോ ഇത്രയും നമ്മൾ നോക്കിയത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കിയത്. ഇത് ജസ്റ്റ് വായിച്ചാൽ മതി, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇത് വായിച്ചാൽ മതി, ഇത് ഒത്തിരി നേരം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, വൺ വേർഡ് ആയിട്ടായിരിക്കും വരുന്നത്. സോ നമുക്കിത് വായിച്ച ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് അവിടെ പോയി എഴുതാൻ പറ്റും. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ അങ്ങനത്തെ ചില ടേംസ് പറഞ്ഞില്ലേ, സോ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് മാത്രം നോക്കിയാൽ മതി, വേറെ നമുക്കിത് കുറേ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. സോഷ്യലിസ്റ്റ് എക്കോണമി നോക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ്. സോ ഈ ടേം, ഈ രണ്ടുപേരുടെ പേര് ആലോചിച്ചോ, കാരണം അത് ഡിഫൈൻ ചെയ്തത് അല്ലെങ്കിൽ പ്രൊപ്പോൺ ചെയ്തത് ഓർത്തു വെച്ചോ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതിന്റെ ഇയർ ഓർത്തു വെച്ചോ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, 1848 കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ്. സോ ഇതിൽ പറയുന്നത് എന്താ? നമ്മളിപ്പോൾ നോക്കിയതിന് നേരെ തിരിച്ച് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഈക്വൽ റൈറ്റ്സ് ഉണ്ടായിരിക്കും. അവർക്ക് കമാൻഡ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി എന്തെന്ന് പറയും? കമാൻഡ് എക്കോണമി എന്ന് പറയും, അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കോണമി. കമാൻഡ് എക്കോണമി, സെൻട്രലി പ്ലാൻഡ് എക്കോണമി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോ. മാർക്കറ്റ് ഫോഴ്സസിന് അവിടെ റോൾ ഉണ്ടോ? മാർക്കറ്റ് ഫോഴ്സസിന് റോൾ ഇല്ല. വെൽഫെയറിന്റെ വേണ്ടിയാണ് അവർ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുവാണെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് വെച്ചാൽ എന്താ? കമാൻഡ് എക്കോണമി എന്ന് പറയും, സെൻട്രൽ പ്ലാൻഡ് എക്കോണമി എന്ന് പറയും. അത് ആരാ പ്രൊപ്പോൺ ചെയ്യുന്നത് നോക്കുക, വർഷം നോക്കുക, അതിന് ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും. മാർക്കറ്റ് ഫോഴ്സിന് റോൾ ഇല്ല, വെൽഫെയറിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അതിന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് എങ്ങനെയായിരിക്കും? കളക്റ്റീവ് ഓണർഷിപ്പ് ആയിരിക്കും. എല്ലാം പ്രോപ്പർ ആയിട്ട്, എല്ലാം കളക്റ്റീവായിട്ട് ഓണർഷിപ്പ് ചെയ്യും. കളക്റ്റീവ് ഓണർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എന്നാ പ്രോഫിറ്റ് മോട്ടീവ് അവിടെ ഒരു നോട്ട് ദ ഡ്രൈവിംഗ് ഫോഴ്സ്. സോ പ്രോഫിറ്റ് മോട്ടീവ് അവിടെ ഇല്ല. എക്കണോമിക് പ്ലാനിങ് എന്ന് വെച്ചാൽ എങ്ങനെയാ? ഈ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ നോക്കുവാണെങ്കിൽ പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം ആണ് പ്രോബ്ലം സോൾവ് ചെയ്തത്. ഇവിടെ പ്ലാനിങ് അതോറിറ്റി എന്നൊരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവർ പ്രോബ്ലം സോൾവ് ചെയ്യും. കൺസ്യൂമർ ചോയ്സ് ഇവിടെ ഒരു ഫാക്ടറാണ് പറയുന്നത്. നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇവിടെ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അവർ ഒരു പർട്ടിക്കുലർ റേഞ്ച് തരും. ഇത്ര റേഞ്ച് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഇത് തരും, എന്നിട്ട് അതുവഴി നമ്മൾ അത്രേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ് പറയുന്നത്. ഒരു റേഞ്ച് ഓഫ് ചോയ്സ് തരും, എന്നിട്ട് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ 100 യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് 100 യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഈ സോഷ്യലിസ്റ്റ് എക്കോണമി നമ്മൾക്ക് വരുമ്പോൾ അവരത് സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ട് 50 യൂണിറ്റ് തരുവാണെങ്കിൽ ആ 50 യൂണിറ്റിനുള്ളിൽ നമ്മൾ ഫ്രീഡം ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. സോ അവിടെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ ഒരു റെസ്ട്രിക്ഷൻ വന്നു, എന്നാലും നമുക്കവിടെ മെയിൻ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ ജോലി, എംപ്ലോയ്മെന്റ് കേസിൽ പറയുന്നത് റൈറ്റ് ടു വർക്ക് ഈസ് ഗ്യാരണ്ടീഡ് ബട്ട് ചോയ്സ് ഓഫ് ഓക്യുപ്പേഷൻ റെസ്ട്രിക്റ്റഡ്. നമുക്ക് ജോലി ഇവിടെ കിട്ടും, എംപ്ലോയ്മെന്റ് സാധ്യതയുണ്ട്, പക്ഷേ എംപ്ലോയ്മെന്റിൽ എല്ലാ ഇതും കിട്ടില്ല, റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ, അതാണ് പറയുന്നത്. ആ റെസ്ട്രിക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. എഡ്യൂക്കേഷണൽ അതൊക്കെ ഇവിടെ ഫ്രീഡം ഉണ്ട്. എഡ്യൂക്കേഷണലിന് എങ്ങനെയായിരിക്കും? എൻജോയ് മോർ ഓർ ലെസ് ഈക്വലി. അതായത് കമ്പയർ ചെയ്യുമ്പോൾ ഇക്വാലിറ്റി ഇവിടെ ഉണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. പ്രൈസ് മെക്കാനിസം, മാർക്കറ്റ് ഫോഴ്സ്.
സോ ഇതൊരു പോയിന്റിന് വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് മെക്കാനിസം സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അവരുടെ സെക്കൻഡറി റോളാണ് ഉള്ളത്. ഇത് ഒത്തിരി വരില്ല. പ്രൈസ് മെക്കാനിസം സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഒരു സെക്കൻഡറി റോളായിട്ട്. അത് എന്തിനാന്ന് വെച്ചാൽ പ്ലാനിങ് കമ്മീഷനാണ് ഫസ്റ്റ് എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്നത്. പക്ഷെ പ്രൈസ് മെക്കാനിസം നമ്മൾ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ഇല്ലേ, പ്രൊഡക്ഷന്റെ കോസ്റ്റ് ഒക്കെ വന്ന കേസിൽ അത് പ്രോപ്പറായിട്ട് കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ബേസ്ഡ് അക്കൗണ്ടിങ് പ്രൈസ്, അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ഔട്ട്പുട്ടിന്റെ കോസ്റ്റ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ, അതിനൊക്കെ ചില സിറ്റുവേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഡിമാൻഡ് ഒക്കെ വെച്ച് ഡിമാൻഡ് സപ്ലൈ ബേസിസിൽ അനലൈസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് മെയിൻലി യൂസ് ചെയ്യാറില്ല. അതൊരു സെക്കൻഡറി റോൾ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ സോഷ്യലിസത്തിന്റെ കീഴിൽ തന്നെ പ്രൈസിനെയാണ് അഡ്മിനിസ്ട്രേഡ് പ്രൈസ് എന്ന രീതിയിൽ ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ കോമ്പറ്റീഷൻ, ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല. നമുക്ക് ക്യാപിറ്റലിസത്തിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഇവിടെ കോമ്പറ്റീഷനേ ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. സോ USSRന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, സോവിയറ്റ് യൂണിയൻ ഒരു ഏകദേശം ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മെറിറ്റ്സ് ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിന് കുറച്ച് മെറിറ്റ്സ് ഉണ്ട്. സോ ഈ പോയിന്റ് നമ്മൾ പെട്ടെന്ന് നോക്കാം. ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും, എക്കണോമിക് ഗ്രോത്ത് ഒരു പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കും, റിസോഴ്സസ് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും, അൺഎംപ്ലോയ്മെന്റ് എങ്ങനെ ഇരിക്കും, കുറഞ്ഞു. സോ എംപ്ലോയ്മെന്റ് അവിടെ ഉണ്ടായി, ആദ്യം പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് ഉണ്ടായി. പർട്ടിക്കുലർ റേഞ്ചിനായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ എങ്കിലും എംപ്ലോയ്മെന്റ് അവിടെ നമുക്കുണ്ട്. ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ് മോട്ടീവ് അവിടെ ഇല്ല. സോ നമുക്ക് വാറ് അതേപോലെ നമുക്ക് കുറെ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. റൈറ്റ് ടു വർക്ക്, മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എല്ലാവർക്കും ഉണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ എംപ്ലോയേഴ്സ് ആൻഡ് മോണോപോളീസ് റെസ്പെക്റ്റീവ്ലി. സോ ഈ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ എന്തായി, കുറഞ്ഞു ഈ സോഷ്യലിസത്തിൽ വരുമ്പോൾ. അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും, സോഷ്യലിന് ഒരു സെക്യൂരിറ്റി എല്ലാവർക്കും കിട്ടി. സോ ഇതാണ് ഇതിന്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. സോ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി വെച്ച് നോക്കുമ്പോൾ കുറെ മെറിറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. അതായത് കൺസ്യൂമേഴ്സിന്റെ ഇക്വാളിറ്റി കിട്ടും. പക്ഷേ അതേ സമയത്ത് അതിന്റെ ഡീമെറിറ്റ്സ് ഉണ്ട്. കാരണം എന്നാ, ഡീമെറിറ്റ്സിൽ എന്താ പറയുന്നത്, ബ്യൂറോക്രസി പറയുന്നു. അതായത് സോഷ്യലിസം തന്നെയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. കൺസ്യൂമേഴ്സിന്റെ ചോയ്സ് ഇവിടെ ഇല്ല. നമുക്ക് ഇൻഡിവിജ്വലിന്റെ ഫ്രീഡം എന്തായിരിക്കും അഫക്ട് ചെയ്യും, റെസ്ട്രിക്ട്. ഇൻഡിവിജ്വലിനോട് ഒരു ഡിസിഷൻ മേക്കിങ്ങിനൊന്നും അവര് ചോദിക്കുന്നില്ല, അവര് തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല, റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി. സോഷ്യലിസം ടേക്ക് അവേ ദ ബേസിക് റൈറ്റ്. ഈ റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊരു റൈറ്റ് തന്നെ സോഷ്യലിസത്തിൽ ഇല്ല. നെസസറി ഇൻസെന്റീവ്, നോട്ട് പ്രൊവൈഡ് നെസസറി ഇൻസെന്റീവ്. ക്യാപിറ്റലിസത്തിൽ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഇൻസെന്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയാണെങ്കിലോ നെസസറി ഇൻസെന്റീവ് അവിടെ കിട്ടുന്നില്ല. നോ പ്രോപ്പർ ബേസിക് ഫോർ കോസ്റ്റ് കാൽക്കുലേഷൻ. സോ അവിടെ നമുക്ക് ക്യാപിറ്റലിസത്തിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ കാൽക്കുലേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്താൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒന്നും ചെയ്യാതെ പ്രോപ്പർ ഇല്ലാതെ അല്ലെങ്കിൽ അൺപ്രോപ്പർ രീതിയിലാണ് കോസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എഫിഷ്യന്റ് ഫ്ലക്ച്വേഷൻ ഓഫ് എക്കണോമിക് സിസ്റ്റം ഇമ്പോസിബിൾ. എഫിഷ്യന്റ് ആയിട്ട് എക്കോണമി വർക്ക് ചെയ്യത്തില്ല അങ്ങനെ ചെയ്യുമ്പോൾ. കാരണം എന്നാ, ഡിമാൻഡ് സപ്ലൈ ബേസിസിലല്ല ഇവർ ചെയ്യുന്നത്, പ്ലാനിങ് കമ്മീഷന്റെ ബേസിസിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും, പ്രോപ്പർ ബേസിസിലല്ലാതെ ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. ലിമിറ്റഡ് ഫ്രീഡം ഓഫ് ചോയ്സ്. സോ ഇത് നമ്മൾ ഫസ്റ്റ് നോക്കി തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ലിമിറ്റഡ് ഫ്രീഡം ഓഫ് ചോയ്സ്. പിന്നെ ഡിസ്ഇൻസെന്റീവ് ടു വർക്ക്. സോ ഇത് നമ്മൾ നോക്കിയതാണ്, ഇൻസെന്റീവ് ഇല്ലാതെ വർക്ക് ചെയ്യണ കേസ്. സോ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം ഈസ് നോട്ട് പ്രാക്ടിസബിൾ. സോ പ്രാക്ടിക്കബിൾ അല്ല ഇത് സോഷ്യലിസം. സോ സോഷ്യലിസത്തിലും ക്യാപിറ്റലിസത്തിലും കുറെ മെറിറ്റ്സ് ഉണ്ടെങ്കിൽ രണ്ടിലും അതിൻ്റെതായ ഡീമെറിറ്റ്സും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യലിസം കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റലിസം വെക്കാതെ മിക്സ്ഡ് എക്കോണമി എന്ന് ഒരു ടേം കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സ്ഡ് എക്കോണമിയിൽ ചെയ്യുന്ന ഒരു ഇതെന്താന്ന് വെച്ചാൽ, ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും മെറിറ്റ്സ് അവര് ഇൻവോൾവ് ചെയ്തിട്ട് അതിന്റെ ഡീമെറിറ്റ്സ് എക്സ്ക്ലൂഡ് ചെയ്യുന്നു. അതായത് ദ എയിം ഈസ് എ ഡെവലപ്ഡ് സിസ്റ്റം വിച്ച് ട്രൈസ് ടു ഇൻക്ലൂഡ് ബെസ്റ്റ് ഫീച്ചർ ഓഫ് ബോത്ത് ദ കൺട്രോൾഡ് എക്കോണമി ആൻഡ് ദ മാർക്കറ്റ് എക്കോണമി, എക്സ്ക്ലൂഡിങ് ദ ഡീമെറിറ്റ്സ് ഓഫ് ബോത്ത്. സോ നമ്മളിത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ, പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു മിക്സ്ഡ് എക്കോണമി രീതിയിലല്ലേ പറയുന്നത്. സോ രണ്ടിന്റെയും അഡ്വാൻറ്റേജ് എടുക്കുന്നു, ഡിസ്അഡ്വാൻറ്റേജ് വേണ്ടാന്ന് നോക്കുന്നു, അത്രേ ഉള്ളൂ. ഇംഗ്ലണ്ട്, USA ഇത് ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു കേസാണ്. ഇംഗ്ലണ്ട്, USA എന്ന കൺട്രീസ് ഒക്കെ എങ്ങനെയാ, പ്രൈവറ്റിന്റെ ഒരു പ്രൈവറ്റ് എന്റർപ്രൈസിന്റെ ഒരു കേസ് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായത്. സോ അതേ സമയത്ത് അവിടെ may not promote the interest of community as a whole.
റിമൂവ് ദ ഡിഫക്ട്സ് ഓഫ് ദ പ്രൈവറ്റ് എന്റർപ്രൈസസ്. സോ ചില സിറ്റുവേഷൻ നമുക്ക് പ്രൈവറ്റ് എന്റർപ്രൈസസിന്റെ ഇംപ്രൂവ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിന് പ്രൈവറ്റ് എന്റർപ്രൈസ് അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന്റെ ആവശ്യമുണ്ട്. ചില സമയത്ത് അതിന്റെ റെസ്ട്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സോഷ്യലിസത്തിന്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ മിക്സ്ഡ് എക്കോണമിയിൽ ക്യാപിറ്റലിസത്തിന് ഒരു ഫ്രീഡം ഉണ്ട്, പക്ഷെ അവിടെ ഗവൺമെന്റിന് ഒരു റോള് കൊടുത്തിട്ടുണ്ട്. റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള റെസ്ട്രിക്ഷൻസും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കാം. കോ എക്സിസ്റ്റൻസ്. ഇത് സോഷ്യലിസത്തിൽ ഒരു കോ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ പ്രൈവറ്റും പബ്ലിക്കും ഒരു കോ എക്സിസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. പ്രൈവറ്റ് സെക്ടറിന് എങ്ങനെ ഇരിക്കും? പ്രൈവറ്റ് സെക്ടർ റെഗുലേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഡയറക്ട്ലി. അതായത് കൺട്രോൾഡ്, നമുക്ക് പ്രൊഡക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് കൺട്രോൾ ചെയ്താലും അവിടെ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ചെറുതായിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് എങ്ങനെ ഇരിക്കും? ഡീമെറിറ്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതേ ടൈമിൽ എങ്ങനെ ഇരിക്കും? വെൽഫെയർ, പബ്ലിക്കിന്റെ വെൽഫെയറിനും അവിടെ ഒരു റോളുണ്ട്. ഈക്വൽ ആയിട്ട് എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. സോ മെറിറ്റ്സ് നമ്മൾ നോക്കാം. മെറിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഫ്രീഡം ആയിരിക്കും, പ്രൈസ് മെക്കാനിസം അവിടെ ഉണ്ട്, അതുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കൺസ്യൂമേഴ്സ് ആർ ബെനിഫിറ്റ് ത്രൂ കൺസ്യൂമർ സോവറിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് ചോയ്സ്. സോ കൺസ്യൂമർ ചോയ്സ് ഉണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. ഇൻസെന്റീവ് ഇന്നോവേഷൻ. സോ ഇൻസെന്റീവ് അവർ കൊടുക്കാൻ തുടങ്ങി മിക്സ്ഡ് എക്കോണമിയിൽ. അതായത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇൻസെന്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസിന് ഇംപ്രൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസെന്റീവ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്റർപ്രൈസ് റിസ്ക് ടേക്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നു. എക്കണോമിക് പ്ലാനിങ്, എക്കണോമിക് ഡെവലപ്മെന്റ്, പ്ലാൻ പ്രയോറിറ്റീസ്. ഈ എക്കണോമിക് പ്ലാനിങ്ങിലും എക്കണോമിക് ഡെവലപ്മെന്റിലും പ്രോപ്പർ പ്ലാനിങ് വഴി അഡ്വാൻറ്റേജ് അതിൽ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ എങ്ങനെയായിരിക്കും? സോഷ്യൽ ഇക്വാളിറ്റി നമ്മൾ നോക്കിയതാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ നോക്കിയതാണ്. ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെറിറ്റ്സ് ആയിട്ട് ഒരു കേസ് ആയിട്ട് പറയുന്നത്. കോമ്പറ്റീഷൻ അവിടെ കളഞ്ഞു. സോ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്ന രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്. ഡീമെറിറ്റ്സ് ആയിട്ട് എന്താ പറയണത്? മിക്സ്ഡ് എക്കോണമിയിൽ രണ്ടിന്റെയും അഡ്വാൻറ്റേജ് എടുത്താൽ പോലും ചില സമയത്ത് അവിടെ ഒരു ഡീമെറിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ? എക്സസീവ് കൺട്രോൾ ബൈ ദ സ്റ്റേറ്റ് റെഡ്യൂസിങ് ഇൻസെന്റീവ്സ്. സ്റ്റേറ്റ് ഓവറായിട്ട് അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് അവർ കൺട്രോൾ ചെയ്യുന്നത് വഴി അവിടെ എങ്ങനെയായിരിക്കും? ഇൻസെന്റീവ് ഇവിടെ ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, അത് ഗ്രോത്ത് ഓഫ് ദ പ്രൈവറ്റ് സെക്ടർ അഫക്ട് ചെയ്യും. അല്ലെങ്കിൽ പുവർ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാനിങ്, ഹൈ റേറ്റ് ടാക്സ്, ലാക്ക് ഓഫ് എഫിഷ്യൻസി എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രോപ്പർ ബാലൻസ്, രണ്ടും തമ്മിലുള്ള ഒരു പ്രോപ്പർ ബാലൻസ് എന്തായിരിക്കും? മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം അവിടെ പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, അതുകൊണ്ട് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ ബാലൻസ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്ട്രോങ് ഗവൺമെന്റൽ ഇൻസെന്റീവ്സ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ് ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി. സോ നമ്മളിത് ബാലൻസ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല, ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഡിസ്പ്രൊപ്പോർഷൻ ആയിരിക്കും. സോ അതാണ് പറയുന്നത്. സോ രണ്ടിൽ നിന്നും നമുക്ക് മെറിറ്റ്സ് എടുത്താൽ പോലും നമുക്കറിയാതെ തന്നെ എങ്ങനെയായിരിക്കും ഇതിന്റെ ഡീമെറിറ്റ്സും ഇതിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ ഇതാണ് മിക്സ്ഡ് എക്കോണമിയുടെ ഡീമെറിറ്റ്സ്. മെറിറ്റ്സ് കുറെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെതായ ഡീമെറിറ്റ്സും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഈ സമ്മറിയുടെ ബേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ പ്രോബ്ലത്തിൽ നമ്മുടെ എക്കോണമി പ്രോബ്ലം എങ്ങനെയായിരിക്കും? സ്കാർസിറ്റി ആണ് അറൈസ് ചെയ്യുന്നത്. സ്കാർസിറ്റി പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ട്. അൺലിമിറ്റഡ് വാണ്ട്സ്, ലിമിറ്റഡ് റിസോഴ്സസ് എന്ന സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ് പറയുന്നുണ്ട്. എക്കണോമിക് പ്രോബ്ലം നമ്മളിപ്പോൾ നോക്കിയ പോലെ വാട്ട്, ഹൗ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എങ്ങനെയാ സോൾവ്ഡ് ബൈ ഡിഫറെന്റ് എക്കോണമീസ് ഇൻ ഡിഫറെന്റ് വേസ്. ഓരോ എക്കോണമിയും ഓരോ രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. ക്യാപിറ്റലിസ്റ്റ് ആയിക്കോട്ടെ പ്രൈസ് മെക്കാനിസം, സോഷ്യലിസ്റ്റ് എങ്ങനെയാ പ്ലാനിങ് കമ്മീഷൻ, മിക്സ്ഡ് രണ്ടും വെച്ച് ഒരു പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. Capitalist economy used a tool of price mechanisms, while socialist economy used a tool of centrally planned. Mixed economy used mix of both price mechanism and central planning to solve economic problem. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ 1ന്റെ യൂണിറ്റ് 2. സോ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റ് നന്നായിട്ട് നോക്കിയാൽ മതി, ഒരു തവണ വായിച്ചാൽ മതി. ഇനി ഞാൻ ഇത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 2 ഈ യൂണിറ്റിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം.